ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് കുട്ടികൾ ലാസ്റ്റ് ടൈമിലോട്ട് ഏതെടുക്കണം എന്നുള്ള ആ ഒരു ഹെക്ടിക് സിറ്റുവേഷനാണ്. അത് മാറ്റി കുറച്ചും കൂടെ പ്രീ പ്ലാൻ ചെയ്തിട്ട് ഏത് കോഴ്സാണ് എന്നറിഞ്ഞ് മനസ്സിലാക്കി പാരൻസിനോടും കൂടെ ഡിസ്കസ് ചെയ്ത് അവരും കൂടെ ഇൻവോൾവ് ആയിട്ട് റിസൾട്ടിൻ്റെയും എക്സാമിനേഷൻ്റെ ഒക്കെ മുമ്പായിട്ട് തന്നെ ഒരു കോഴ്സിന് അനുയോജ്യമായിട്ടുള്ള ഒരു കോഴ്സിന് നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഹെക്ടിക് സിറ്റുവേഷനിൽ നിന്ന് മാറി കുറച്ചും കൂടെ കുട്ടികൾ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ ബോത്ത് ദ പാർട്ടീസ്, കുട്ടികൾക്കും പാരൻസിനും അതെന്താവും എളുപ്പമുള്ളതായിരിക്കും. ഷുവറായിട്ടും സ്റ്റുഡൻസിനോടൊപ്പം തന്നെ മെയിൻലി രക്ഷിതാക്കളോടും കൂടെ പറയാനുള്ളതാണ് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ട് അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കി എന്തായിരിക്കണം എന്താവണം എന്ന് പ്രീ പ്ലാൻ ചെയ്തിട്ട് അവരതിലോട്ട് നയിക്കാനുള്ളൊരു പ്രധാന ഒരു ഘടകം പാരൻസും കൂടെയാണ്. അവരെ ദൂരെ വിട്ട് പഠിപ്പിക്കണം, അവരെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കണം എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ നിന്നും മാറി അവിടെയുള്ള അതേ ഫാക്കൽറ്റീസും അതേ ഓപ്പർച്യൂണിറ്റീസും നിയർ ബൈ നമ്മുടെ സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ എന്തിനാണ് കുട്ടികൾ അവിടെ പോയി പഠിക്കേണ്ട ആവശ്യം? അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിൻ്റെ റിയലൈസ്ഡ് ആയിട്ട് നിങ്ങളത് മനസ്സിലാക്കി നമ്മുടെ കാര്യങ്ങൾ ചുറ്റുവട്ടത്തും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തൊട്ടടുത്ത് തന്നെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ ചേർത്തി കൂടുതലായിട്ട് എന്ത് ചെയ്യുക, കുട്ടികളെ അടുത്തറിഞ്ഞ് അവരെ കൂടുതലായിട്ടും മികച്ചുറ്റതാക്കാൻ IAM ഒപ്പമുണ്ട്. മാത്രമല്ല നമ്മൾ ഇവിടെ IAMൽ പേരൻസുമായിട്ടാണ് കുട്ടികളുടെ കൂടുതലായിട്ടും അറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ അവരുടെ ആ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പേരാണ് IAM.